ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10ാം വാർഡ് അംഗവും CPM ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ് ഫെയ്സി വി ഏറനാട്. ജോലി രാഷ്ട്രീയമല്ല, എണ്ണക്കച്ചവടമാണ്. രാഷ്ട്രീയക്കാരനാണോ ബിസിനസ്സുകാരനാണോ? ശരിക്കും പറഞ്ഞാൽ രണ്ടുമാണ്. രാഷ്ട്രീയക്കാരനുമാണ് ബിസിനസ്സുകാരനുമാണ്. ഇതെങ്ങനെയാണ് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? രണ്ടും കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കാരണം എനിക്ക് കുറച്ച് ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, നമുക്ക് എൻ്റെ ബിസിനസ്സിനെ നമുക്കത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഉണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ ഒരു വിശ്വസ്തത ജനങ്ങളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളിൽ ചെന്ന് ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നാൽ ഒരു കാര്യം ചെയ്യും, മെമ്പറെ ഞങ്ങളൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് ചോദിച്ചു. ആദ്യമേ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഫസ്റ്റിലൊന്ന് വെക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നീട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആൾക്കാർ വന്ന് വാങ്ങും. ഈ മെമ്പറുടെ ബിസിനസ് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞങ്ങളിത് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷത്തിന് മേളിലായി. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ മായം വെളിച്ചെണ്ണയിലാണ് സാധാരണ മായം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവിടെ ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടുപ്രദേശത്തു നിന്നൊക്കെ തേങ്ങ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുടുംബശ്രീക്കാരെ കൂടുതൽ പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ തന്നെ തേങ്ങ വെട്ടി ഉണക്കി ആട്ടിയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് കൂടി കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്ന കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മാത്രം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മറ്റു സ്ഥലത്തുനിന്ന് കൂടിയൊക്കെ കൊപ്ര കൊണ്ടുവന്ന് ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബിസിനസ്സുകാരനായതുകൊണ്ട് രാഷ്ട്രീയക്കാരനായതാണോ, അതോ രാഷ്ട്രീയക്കാരൻ ഒരു കോളേജ് കാലഘട്ടം തൊട്ട് തന്നെ രാഷ്ട്രീയത്തിലുള്ള ആളാണോ? തീർച്ചയായിട്ടും. ഞാൻ SM കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ DYFI രംഗത്തൊക്കെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ ഞാനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ജീവിക്കുന്ന വരുമാനം വേണമല്ലോ, രാഷ്ട്രീയം മാത്രം പറ്റില്ലല്ലോ. കയർ ഫാക്ടറി ആയിരുന്നു തുടക്കത്ത് 15 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ കയർ മേഖലയിലുണ്ടായ പ്രതിസന്ധിയിൽ നിന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് തേങ്ങാ ഫീൽഡിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. രണ്ടിടത്തും ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ പൊതുപ്രവർത്തനം, പൊതുജന സേവനം ആണ്. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലാണെങ്കിലും ജനങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുടുംബം ഭദ്രമാകുന്നു. രാഷ്ട്രീയം ഉപജീവനമാക്കുന്നതിന് പകരം ഉപജീവനമാർഗം കണ്ടെത്തി രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നതാണ് സമൂഹത്തിന് നല്ലത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.